സർക്കാർ പ്രഖ്യാപിച്ച ബഡ്ജറ്റിൽ കർഷകർക്ക് അർഹമായിട്ടുള്ള ഒരു പ്രാധാന്യം ലഭിച്ചിട്ടില്ല എന്ന് ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ വ്യാപകമായി കർഷകർ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സിവിൽ സ്റ്റേഷന് മുന്നിൽ കുഴൽമന്നം ബ്ലോക്ക് കർഷകരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ വ്യാപകമായ ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുന്നത് നെൽഖദർ അവാർഡ് ജേതാവും അതുപോലെ തന്നെ വർഷങ്ങളായി ഈ നെൽകൃഷി ചെയ്യുന്ന പാലക്കാട്ടുകാരൻ കൂടിയായിട്ടുള്ള കെ വേണുഗോപാലാണ്. ഏത് രീതിയിലുള്ള ഒരു പരിഗണന ലഭിച്ചില്ല എന്നാണ് ആരോപണം. ഇപ്പോൾ ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ കേരള ബഡ്ജറ്റാവട്ടെ കേന്ദ്ര ബഡ്ജറ്റാവട്ടെ കർഷകരെ പാടെ അവഗണിച്ചിരിക്കുകയാണ്. കർഷകർ നിരന്തരം ആവശ്യപ്പെടുന്ന അത്യാവശ്യ കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത്. ഉൽപ്പാദന ചെലവിനനുസൃതമായ വിലകൾ, സംഭരണം കാര്യക്ഷമമാക്കണം. ഇപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന PRS വായ്പാ സമ്പ്രദായം മാറ്റണം. ഇതാണ് നമ്മളുടെ അടിയന്തര പ്രാധാന്യമുള്ള പ്രശ്നങ്ങൾ. പിന്നെ പല കാര്യങ്ങളുമുണ്ട്. ഇതിനോട് നിരന്തരമായി കർഷകർ മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ കണ്ടും കൃഷിമന്ത്രിയെ ഉൾപ്പെടെ കണ്ടും പരാതി നൽകിയിരുന്നു. എന്നിട്ട് ഒരു നടപടി ഉണ്ടാവുന്നില്ല, ബഡ്ജറ്റിൽ തുക വിലയിരുത്തുന്നില്ല എന്ന് അല്ലെങ്കിൽ വകയിരുത്തുന്നില്ല എന്ന് തന്നെയാണ്. നിരന്തരം ബന്ധപ്പെടാറുണ്ട്. ഈ അടുത്ത കാലത്താണല്ലോ നവകേരള സദസ്സ് വന്നത്. അന്ന് ഈ പാടശേഖര സമിതിയുടെ കോർഡിനേഷൻ കമ്മിറ്റി കുഴൽമന്നം ദീർഘമായ ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കിയാണ് അവിടെ ഏൽപ്പിച്ചത്. അത് വായിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് പോലും സംശയം ജനിക്കുന്നു. അതിൽ പറഞ്ഞ കാര്യങ്ങൾ അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഒരു കാര്യവും ഇന്നത്തെ ബഡ്ജറ്റിൽ വന്നിട്ടില്ല. ഇന്നു മുതൽ ബഡ്ജറ്റിൽ ചർച്ച നടക്കുകയാണ്. ഭരണപ്രതിപക്ഷത്തിൽ കർഷകരെ സ്നേഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരിന്ന് അവിടെ ഒരു ചർച്ചാ വിഷയം ആക്കും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി ഞങ്ങൾക്കുണ്ട്. കർഷകൻ കൂടിയായിട്ടുള്ള ഒരു മന്ത്രി പാലക്കാട് നിന്നുണ്ട്. അദ്ദേഹവുമായി നമ്മൾ എന്തെങ്കിലും ചർച്ച നടത്തിയിരുന്നോ? അദ്ദേഹം ഇതിലൊരു ഇടപെടൽ നടത്തി ഈ കാര്യങ്ങളൊരു പരിഹാരം ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ നമ്മൾ 2 മന്ത്രിമാരുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് കൃഷിക്കാരനായ ഒരു മന്ത്രിയും ഉണ്ട്. എന്തെങ്കിലും ഒരു പരിഹാരം കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ള താങ്ങുവിലയും ഇൻസെൻറ്റീവായി തരുന്ന പണം അത് തരാലോ. എങ്ങനെ ഈ കൃഷിക്കാരൻ ഇവിടെ പിടിച്ചു നിൽക്കും? എല്ലാ ജനഭാഗങ്ങൾക്കും കാണുന്ന രീതിയിൽ കർഷകരെ കൂടി ഒന്ന് കാണണ്ടേ? അപ്പോൾ അതിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. എങ്ങനെ ഇവിടെ ജീവിച്ചു പോകും? കൃഷി ചെലവ് കഴിഞ്ഞാൽ എന്താ ഇവർക്ക് കിട്ടുക? എന്തെല്ലാം ആനുകൂല്യങ്ങൾ തരുന്നുണ്ട്? അതൊക്കെ ഇവിടെ പ്രതിപാദിക്കുമ്പോൾ അപ്പോൾ വരുമ്പോൾ ഇത് മനസ്സിലാക്കി എന്തെങ്കിലും ഒരു വ്യത്യാസം ഒന്നിച്ചിപ്പോൾ നമ്മൾ അടിച്ചേൽപ്പിച്ച് മുഴുവൻ നേടിയെടുക്കാൻ സാധിക്കില്ല. തരാൻ പറ്റാവുന്നത് അടിയന്തര പ്രാധാന്യത്തോടു കൂടി കണക്കാക്കി കർഷകരെ സഹായിച്ച് ഈ മേഖലയിൽ നിലനിർത്തണം. അല്ലാത്ത പക്ഷം അതിൻ്റെ ദുരന്തം അതിവ്യാപകമാണ്. അത് വരാൻ പോകുന്നു. സമാനതകളില്ലാത്ത ഒരു അവസ്ഥയിലൂടെ അല്ലെങ്കിൽ വലിയ രീതിയിലൊരു ബുദ്ധിമുട്ടിലൂടെയാണ് ഇപ്പോൾ കർഷകർ നീങ്ങുന്നത്, പ്രത്യേകിച്ചും പാലക്കാടുള്ള നെൽകർഷകർ. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും കർഷകരുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ ഒരു അതീവ ശ്രദ്ധ പുലർത്തണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. അവരുടെ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം ഉണ്ടാക്കാൻ സർക്കാർ ഇടപെടൽ നടത്തണമെന്നും കർഷകർ പറയുന്നു. വീഡിയോ ജേർണലിസ്റ്റ് വിനയരാജിനൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.